ഹലോ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ റിലേറ്റീവ് പ്രോണൗണായിട്ടുള്ള ദാറ്റ് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നോക്കാം. ഈ രണ്ട് സെൻറ്റൻസുകളൊക്കെ ദ മാൻ ഈസ് മൈ നെയ്ബർ, ആ മനുഷ്യൻ എൻ്റെ അയൽവാസിയാണ്. ഹി ഡ്രിങ്ക്സ് കോഫി, അയാൾ കോഫി കുടിക്കുന്നു. ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ദ മാനിനെ കുറിച്ചാണ് പറയുന്നത്. അയാളെ കുറിച്ചുള്ള രണ്ട് കാര്യങ്ങളാണ്. അയാൾ നെയ്ബറാണെന്നും പറയുന്നുണ്ട്, കോഫി കുടിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഈ ഒരു പേഴ്സണെ കുറിച്ചാണ് ഇത് പറയുന്നത്. പേഴ്സൺ ഇവിടെ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? രണ്ട് സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരേ വ്യക്തിനെ കുറിച്ച് പറയുന്ന ഈ രണ്ട് സെന്റൻസിനെ നമ്മൾ ഒറ്റ സെന്റൻസ് ആക്കി മാറ്റാൻ പോവാണ്. ഇവിടെ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റിന്റെ പകരം ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോണൗൺ ആണ്. ഫസ്റ്റ് സെന്റൻസിലെ സബ്ജക്റ്റും സെക്കൻഡ് സെന്റൻസിലെ സബ്ജക്റ്റും സെയിം ആണ്. ഇവർ ഒരാളെ കുറിച്ചാണ് രണ്ട് സെന്റൻസിലും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സബ്ജക്റ്റിന് ഉപയോഗിക്കുന്ന ആ ഒരു റിലേറ്റീവ് പ്രോണൗൺ ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ച് ഈ രണ്ട് സെന്റൻസ് ഒന്നാക്കുമ്പോൾ ഇതിങ്ങനെയാവും: ദ മാൻ ഹൂ ഡ്രിങ്ക്സ് കോഫി ഈസ് മൈ നെയ്ബർ. കോഫി കുടിക്കുന്ന ആ മനുഷ്യൻ എൻ്റെ നെയ്ബർ ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഹൂ ആണ് നമ്മുടെ റിലേറ്റീവ് പ്രോണൗൺ. കാരണം എന്താ? രണ്ട് സെന്റൻസിലെ സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഹൂ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഹൂ എന്ന് പറയുന്ന ആ ഒരു റിലേറ്റീവ് പ്രോണൗണിന് പകരം നമുക്ക് ദാറ്റ് യൂസ് ചെയ്യാം. എന്ന് പറയുമ്പോൾ ഈ ഹൂവിന് പകരം അവിടെ ദാറ്റ് യൂസ് ചെയ്യുന്നു. സെയിം സെന്റൻസ് തന്നെയാണ്. ദ മാൻ ദാറ്റ് ഡ്രിങ്ക്സ് കോഫി ഈസ് മൈ നെയ്ബർ. കോഫി കുടിക്കുന്ന ആ മനുഷ്യൻ എൻ്റെ നെയ്ബർ ആണെന്നാണ് പറയുന്നത്. മീനിങ്ങിൽ മാറ്റം വരുന്നില്ല. പകരം ആ ഹൂവിന് പകരം ദാറ്റ് അവിടെ ചേർത്തിരിക്കുന്നു. അങ്ങനെ പേഴ്സൺസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ദാറ്റ് യൂസ് ചെയ്യും. അതായത് ഹൂവിന് പകരം നമുക്ക് ദാറ്റ് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി ഈ രണ്ട് സെൻറ്റൻസുകളൊക്കെ മൈ ബ്രദർ ഈസ് എ ടീച്ചർ. എൻ്റെ ബ്രദർ ഒരു ടീച്ചറാണ്. ഹി വർക്ക്സ് ഇൻ ചെന്നൈ. അവൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? മൈ ബ്രദറിനെ കുറിച്ചാണ്. ബ്രദർ ടീച്ചറാണെന്നും പറയുന്നുണ്ട്, അവൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. ഇവിടെ ഈ രണ്ട് സെന്റൻസിൽ ബ്രദറിനെ കുറിച്ചാണ് പറയുന്നത്. ഈ രണ്ട് സെന്റൻസിലെ സബ്ജക്റ്റ് ഒരൊരാളാണ്. കൂടാതെ ഈ ബ്രദർ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോണൗൺ ഹൂ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് സെന്റൻസിലെ സബ്ജക്റ്റ് ഒരാളാണ്, കൂടാതെ അയാൾ ഒരു പേഴ്സൺ ആണ്, ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണൗൺ ആണ്. അപ്പോൾ ഈ രണ്ട് സെന്റൻസിനെ നമ്മൾ ഒന്നാക്കി മാറ്റുമ്പോൾ ഈ സെന്റൻസ് ഇങ്ങനെയായിരിക്കും: മൈ ബ്രദർ ഹൂ വർക്ക്സ് ഇൻ ചെന്നൈ ഈസ് എ ടീച്ചർ. ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ബ്രദർ ഒരു ടീച്ചറാണെന്നാണ് പറയുന്നത്. ഈ സെന്റൻസിനെ തന്നെ നമ്മൾ ദാറ്റ് വെച്ച് എഴുതുകയാണെങ്കിൽ ആ സെന്റൻസ് റോങ് ആണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ബ്രദറിന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്കൊരു ബ്രദറേ ഉള്ളൂ, ആ ബ്രദറിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് ഒരു നെയ്ബറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നെയ്ബർ കുറേ പേരുണ്ടാവാം. ഏത് നെയ്ബറാന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ലേ. ഇപ്പം നമുക്ക് ആ നെയ്ബറിൻ്റെ പേര് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കവിടെ ദാറ്റ് വെക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ബ്രദറിനെ കുറിച്ചാണ് പറയുന്നത്, ആ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ദാറ്റ് ചേർക്കാൻ പറ്റില്ല. നമുക്കിവിടെ ദാറ്റ് ചേർക്കാൻ പാടില്ല എന്ന് നമുക്ക് പിന്നെയും മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഐഡൻറ്റിഫയിങ് ആയിട്ടുള്ള നൗണിന് ശേഷം ഇങ്ങനെ കോമ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ കോമ ഇട്ടിട്ടുള്ള ഒരു സെൻറ്റൻസിൽ നമുക്ക് ദാറ്റ് ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരാളെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്ന ആ ഒരു സെൻറ്റൻസിൽ നമുക്ക് ദാറ്റ് ചേർക്കാൻ പറ്റില്ല. അങ്ങനെ ചേർത്താൽ ആ സെൻറ്റൻസ് റോങ് ആണ്. ഇനി ഈ രണ്ട് സെൻറ്റൻസുകളൊക്കെ അനു ഈസ് എ നേഴ്സ്. അനു ഒരു നേഴ്സാണ്. ഷീ ലീവ്സ് നെക്സ്റ്റ് ഡോർ. അവൾ അടുത്ത വീട്ടിൽ താമസിക്കുന്നു. ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? അനുവിനെ കുറിച്ചാണ് പറയുന്നത്. അനു ഒരു നേഴ്സാണെന്ന് പറയുന്നുണ്ട്, അവൾ അടുത്ത വീട്ടിൽ താമസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ രണ്ട് സെന്റൻസിൽ അനുവിനെ കുറിച്ചാണ് പറയുന്നത്. കൂടാതെ അനു ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് സെന്റൻസിനെ ഒറ്റ സെന്റൻസ് ആക്കുമ്പോൾ അതിൻ്റെ പകരം ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോണൗൺ എന്താണ്? ഹൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഹൂ ഉപയോഗിച്ച് പറയുമ്പോൾ ഈ സെന്റൻസ് ഇങ്ങനെ ആയിരിക്കും: അനു ഹൂ ലീവ്സ് നെക്സ്റ്റ് ഡോർ ഈസ് എ നേഴ്സ്. അടുത്ത വീട്ടിൽ താമസിക്കുന്ന അനു ഒരു നേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ അടുത്ത വീട്ടിൽ കുറേ പേര് താമസിക്കുന്നുണ്ടാവില്ല, കുറേ ആളുകൾ താമസിക്കുന്നുണ്ടാവും. എന്നാൽ നമ്മൾ അനുവിനെ കൃത്യമായിട്ടാണ് എടുത്തു പറയുന്നത്. അനുവിനെ കുറിച്ച് എടുത്തു പറയുമ്പോൾ നമ്മളിവിടെ കോമ വേണം. ആ നൗൺ കഴിഞ്ഞ് കോമ വേണം, ആ റിലേറ്റീവ് ക്ലോസ് കഴിഞ്ഞ് കോമ വേണം.
നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അത് ഒരൊറ്റ ഒരാളാണെങ്കിൽ, നമുക്ക് ഐഡൻറ്റിഫൈങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അവിടെ കോമ ചേർക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരാളെ കുറിച്ചാണ് പറയുമെങ്കിൽ, ഇപ്പം അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ചാണെങ്കിലോ ഏതെങ്കിലും സ്ത്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കവിടെ കോമയുടെ ആവശ്യമില്ല. ഇങ്ങനെ കോമ ഇട്ട് ഐഡൻറ്റിഫൈങ് ആയിട്ട് പറയുന്ന ഒരു നൗണിന് ശേഷം നമ്മൾ ദാറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഹൂവിന് പകരം ദാറ്റ് യൂസ് ചെയ്ത് പറയാൻ നോക്കി. അനു ദാറ്റ് ലീവ്സ് നെക്സ്റ്റ് ഡോർ ഈസ് എ നേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ദാറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളവിടെ അനുവിന് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഇതിന് പകരം ഒരു വുമണിനെ കുറിച്ച് പറയാണ്, ദ വുമൺ ഹു ലീവ്സ് നെക്സ്റ്റ് ഡോർ ഈസ് എ നേഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റാണ്. അല്ലെങ്കിൽ ദ വുമൺ ദാറ്റ് ലീവ്സ് നെക്സ്റ്റ് ഡോർ ഈസ് എ നേഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ദാറ്റ് ചേർക്കാം. ഏതോ ഒരു സ്ത്രീനെ കുറിച്ചാണ് അവിടെ പറയുന്നത്, എന്നാൽ ഇവിടെ ഒരു വ്യക്തിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാണ്. അതുകൊണ്ട് നമുക്കവിടെ ദാറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല.